When you obey, the provision will come. നിങ്ങൾ പറഞ്ഞതുപോലെ താഴ്മയോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള പ്രൊവിഷൻ വരും. Somebody is thinking, when I go for other job, I will get more money. ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലോ, അതുകൊണ്ട് അതിന് പോവാം. When you obey, God told Elijah, you go and hide yourself. അവിടെ എലൈജ ചോദിച്ചില്ല, ഞാൻ എന്ത് ചെയ്യണം, പണിക്ക് പോകണം, ആഹാരം കഴിക്കണം, എന്ത് ചെയ്യും? എലൈജ ചോദിച്ചില്ല, വല്ല പിടി കിട്ടിയ പോയി. അയാൾക്ക് ആഹാരം വേണ്ടേ? അയാൾ ചോദിച്ച ദൈവത്തോട്, കർത്താവേ, ഞാൻ അവിടെ പോയി ഇരുന്നതിന് എനിക്ക് ആഹാരം ആര് തരുമെന്ന് ചോദിച്ച. ഇന്ന് ആൾക്കാർക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ പേടി. എന്താ? അവർക്ക് ഈ ഗുഡ്നസ് അറിയത്തില്ല. അവർ ഈ കാണുന്നത് കണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാരാണ്. They will be satisfied with what they are seeing with their eyes. When you obey God, you will see greater things that you have never seen. What is 1 Samuel 15:22 saying? 1 Samuel 15:22 എന്താണ് പറയുന്നത്? ഇത്തിരി ഉറച്ചു വായിച്ചോളൂ. One Samuel 15 ഞാൻ എടുത്തോട്ട് 22 എന്താ പറയുന്നത്? So Samuel said, as the Lord has great delight in burnt offerings and sacrifices, as in obeying the voice of the Lord. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഒന്ന് പാട്ട് പാടുന്നല്ലേ? നിങ്ങളൊക്കെ ഇവിടെ ഒന്ന് വചനം പറയുന്നു. You are singing song and you are giving the word. അതല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അതിനേക്കാളും ദൈവത്തിന് പ്രസാദം എന്താണ്? അനുസരിക്കുന്നതാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് പറയണ, as the Lord has great delight in burnt offering and sacrifice, as in obeying the voice of the Lord. അപ്പൊ ദൈവത്തിന് സന്തോഷം എന്താണ്? ഇവിടെ പാട്ട് പാടുന്നതും വചനം പറയുന്നതല്ല. പാസ്റ്റർ എന്ത് പറയുന്നത് അതിനനുസരിച്ച് പോകുന്നതാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്ന അനുസരിച്ച് പോകുന്നതാണ് യഹോവയ്ക്ക് പ്രസാദം. വല്ല പിടികിട്ടിയ? അപ്പൊ എന്തിനാ നമ്മൾ തിടുക്കം കൂട്ടുന്നതിന്? വിശുദ്ധിക്ക് വേണ്ടി, വചനം അനുസരിക്കാൻ വേണ്ടി. എത്ര മനസ്സിലായി? So, behold, to obey is better than sacrifice, and to heed than the fat of the rams. അതും കൂടെ വായിച്ചോ? അതല്ല, ശ്രദ്ധിക്കുന്നതും അനുസരിക്കുന്നതും യാഗത്തെക്കാൾ സന്തോഷം. So, what I am sharing with you is, if you want to be blessed, don't look at the blessing that with what you see with your eyes. നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? നിങ്ങൾ സോദോം ഗൊമോറയാണ് കാണുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? Abraham and Lot both were in search of blessing. ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ആൾക്കാർക്ക് വഴുകി വീഴുന്നതിന്റെ കാരണം എന്താണ്? Abraham and Lot both went in search of blessing. അബ്രഹാമും ലോത്തും രണ്ടുപേരും അനുഗ്രഹത്തിന് വേണ്ടി പോവുകയാണ്. But Abraham had a decision in his heart. I want first to my spirit to be blessed. അബ്രഹാം ഒരു തീരുമാനമെടുത്ത്, എന്റെ അകത്തെ മനുഷ്യനാണ് ആദ്യം അനുഗ്രഹം പ്രാപിക്കേണ്ടത്. പക്ഷെ ലോത്തെടുത്ത തീരുമാനം എന്താണ്? അകത്തെ മനുഷ്യൻ അതങ്ങ് പോട്ടെ, അതതിന്റെ വഴിക്ക് പോട്ടെ, എനിക്ക് എന്റെ അനുഗ്രഹം മതി. ഫലം പിടി കിട്ടിയ അകത്തെ മനുഷ്യൻ അനുഗ്രഹം പ്രാപിച്ചാൽ ആര് കാണുന്നത്? Who is going to see when the inner man is blessed? ഫലം പിടിയാണ്. ഇതാണ് ആൾക്കാർ ചിന്തിക്കുന്നത്.
ഞാൻ പറഞ്ഞതിന്റെ മർമ്മം മനസ്സിലായ? ഇത് ഭയങ്കര മർമ്മമാണ്. സോ ഏബ്രഹാം വെയിറ്റഡ്. അല്പം വൈകിയാണെങ്കിൽ അബ്രഹാം കാത്തു നിന്നു. Because he know that first the spirit should be blessed. എങ്ങനെയാണ് ആത്മാവാദ്യം അനുഗ്രഹം പ്രാപിക്കുന്നത്? The Holy Spirit will come to you. Jesus has spoken in the book of John 14, when you obey the word of God, I will tell the Father to give you his spirit. എന്റെ വചനം നിങ്ങൾ കാക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പിതാവിനോട് പറയും സത്യത്തിന്റെ ആത്മാവിന്. അങ്ങനെ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായിച്ചോളൂ. John 14. What is John 14:16 saying? എന്താണ് യോഹന്നാന്റെ? കിട്ടിയില്ലേ? എത്രയാണ്? John 14:16. So first you want Holy Spirit, second you want blessing. So Abraham waited for God's guidance. Abraham ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തു നിന്നു. But Lot saw Sodom and Gomorrah on the way. Sodom and Gomorrah പോകുന്ന വഴിക്ക് ലോത്ത് കാണുകയും ചെയ്തു. ഇയാൾക്ക് അത് മതി. എല്ലാം പിടികിട്ടിയ? അബ്രാമിന് അത് പോരാ. എല്ലാം പിടികിട്ടിയ? അവിടെയാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എത്രത്തോളം ഉണ്ടെന്ന് കാണുന്നത്. ഇത് ഭയങ്കര മർമ്മമാണ് കേട്ടോ. Both Abraham and Lot are going in search for a blessing. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന അനുഗ്രഹത്തിനാണോ? ആണോ? നിങ്ങൾ ഇവിടെ അബ്രഹാമിനെ ലോത്തിനെ പോലെ അനുഗ്രഹത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ. But in the church where I was baptized, I did not go for outward blessing first. എന്നെ സ്ഥാനപ്പെടുത്ത ചർച്ചില് ഞാൻ പുറത്തുള്ള അനുഗ്രഹത്തിനല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അകത്തെ മനുഷ്യന് എത്രത്തോളം കരുത്ത് കൊടുക്കാമോ. പുറത്ത് പയ്യെ വന്നോളൂ. നിങ്ങളും അനുഗ്രഹത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലോത്തിന്റെ മനസ്സാണോ അബ്രഹാമിന്റെ മനസ്സാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. What is in your heart? Are you having the heart of Abraham or heart of Lot? ചിലവർ മൂഡായിട്ടായി പോയി. ചിലവർ ഈ വചനം കേട്ട് മൂഡൗട്ടായി പോയി. Somebody is depressed. When they saw Sodom and Gomorrah, Abraham took a decision. No, this is not God's. ഇത് ദൈവത്തിൻ്റെതല്ല. But Lot took a decision. Whatever it is, whether it is from God or not, it looks beautiful. ലോത്ത് എടുത്ത തീരുമാനം എന്താണെന്നോ? ഈ ദൈവത്തിൽ നിന്ന് ഉള്ളതാണോ അല്ലേതെന്ന് എനിക്ക് നോക്കണ്ട. കാണുമ്പോ ഭംഗിയുണ്ട്. ഇപ്പം കിട്ടിയ അനുഭവിക്കുകയും ചെയ്യാം. ഇതാണ് ആൾക്കാർക്ക് പറ്റുന്ന കുഴപ്പം. They will not reach the destination. Lot took Sodom and Gomorrah and he was crying for the Lord to deliver him from Sodom and Gomorrah. അതിനകത്ത് ചെന്ന് വന്നപ്പോ പിന്നെ ദൈവത്തോട് കരയാണ്, എങ്ങനെയെങ്കിലും വിടുതൽ തരണം. Those people are not good wicked people. അവിടെയൊക്കെ വായിച്ചിട്ടുണ്ടോ? ചിലവർക്ക് ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്താണ് ഇയാൾ എന്താ പറയുന്നത്? ലോകത്തിന്റെ കാര്യം പറയുന്നത്. അപ്പൊ എന്റെ വീടിനടുത്തുള്ള ആളുടെ കാര്യമല്ല. അല്ല പിടികിട്ടിയെന്ന് അറിയത്തില്ല. When you go to the school teacher will teach you about science and mathematics. നിങ്ങളൊരു സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ അധ്യാപകൻ നിങ്ങൾക്ക് സയൻസും മാത്തമാറ്റിക്സും പറഞ്ഞു തരും. ഇറ്റ് വിൽ ബി ഗുഡ് ഓൺലി ഫോർ സം ടൈം. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്ന അവിടം വരെ അത് കൊള്ളായിരിക്കും. പിന്നെ ഒരു കടയിൽ ചെന്ന് സയൻസ് പറഞ്ഞ സാധനം കിട്ടുമോ? മനസ്സിലായോ? To write an exam, you need to pass the science and mathematics.
പരീക്ഷ എഴുതണമെങ്കിൽ സയൻസും കണക്കും പരീക്ഷ. കടയിൽ ചെന്ന് സയൻസ് പറഞ്ഞ അയാൾ സാധനം എടുത്തു തരുമോ? യു നീഡ് മണി. Where the money comes, 1 Chronicle 29:12 വായിച്ചോളൂ. The riches and honor come from you, from above. അവിടെ നിന്നാണ് വരുന്നത്. Not from a multinational company. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി എന്നല്ല വരുന്നത്. Not from the secretary നല്ല പൈസ വരുന്നത്. ട്രഷറി നല്ല പൈസ വരുന്നത്. It is coming from the Lord.